നമുക്കിന്നേ ചീര വിളവെടുപ്പ് കണ്ടാലോ. നമ്മുടെ മുറ്റത്ത് വളരെ കുറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്ത ചീരയാണ്. അപ്പോൾ ഞാൻ വിളവെടുത്തിട്ട് ഒരു പിടി ചീര ഉണ്ട്. നമുക്ക് കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ചീരയാണ്, ഒരു കേടുമില്ല, നല്ല ഫ്രഷ് ഇലയാണ്, ഒരു കുഴപ്പമില്ല, പുഴുക്കടിയോ ഒരു സംഭവങ്ങളില്ല. അപ്പോൾ നട്ടുപിടിപ്പിച്ചതൊക്കെ നമ്മുടെ ഉമ്മയാണ്. ചെറുതായിട്ടുള്ള ഹെൽപ്പ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നല്ല അടിപൊളി ചീര. നമ്മളിത് വിളവെടുക്കാൻ വൈകിപ്പോയി, അതായത് പറിച്ചെടുക്കാൻ വൈകി. ഈ ചീര നിൽക്കണത് നമ്മുടെ അമ്പിത്തറയുടെ മുകളിലാട്ടാ. അപ്പോൾ ഇവിടെ തെർമോക്കോളിൽ മണ്ണൊക്കെ ഇട്ടിട്ടാണ് ഈ ചീര നട്ടിട്ട് മുളപ്പിച്ചിട്ട് കൊടുന്ന് നട്ടതാണ്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ വലുതായി നമുക്ക് ചീര മുറിക്കാനായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത് കാണുന്നത് പൊന്നാങ്കണ്ണി ചീര. അപ്പം അത് മുറിക്കാനായിട്ടില്ല. ഇതിൻ്റെ വിളവെടുപ്പാണ്, ചീര വിളവെടുപ്പ്. ചീരയുടെ ഇടയിൽ കൂടെ നമ്മുടെ പാവലിൻ്റെ വള്ളിത്തൈകളൊക്കെ പോയിട്ടുണ്ട് ചീരയുടെ ഇടയിൽ കൂടെ. അപ്പം അതിനെയൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് ചീര വിളവെടുക്കാം. തണ്ടൊക്കെ കുറച്ച് മൂത്ത് തുടങ്ങി. നമ്മൾ നോമ്പായ കാരണം കുറച്ച് വൈകി. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഒരു പ്ലാവൻ തൈ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുഞ്ഞു ചക്ക ഉണ്ടായത് കാണിച്ചിട്ട് കണ്ട, കുഞ്ഞു പ്ലാവൻ തൈയാണ്. പക്ഷേ അതിൻ്റെ താഴെ കുഞ്ഞു ചക്ക. ബ്ലഡ് കുറവുള്ളവരും ബ്ലഡിൽ അയൺ കുറവുള്ളവരൊക്കെ ചീര നന്നായി കഴിക്കുന്നത് നല്ലതാണ്. പച്ചക്കളറുള്ള പച്ചക്കറികളാണ് കഴിക്കേണ്ടത്. ഇവിടെ വീട്ടിൽ ഞാനൊഴികെ എല്ലാവർക്കും ചീര ഇഷ്ടം. എനിക്കിതിങ്ങനെ കാണാനാണ് ഇഷ്ടം. നമ്മുടെ പാവലിനെ പടർത്തി കൊടുക്കണേ. ഇനി നമുക്ക് അപ്പുറത്തെ ചീര നുള്ളാൻ പോവാം. അപ്പം നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇത്ര ചീരയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നാളെ നമുക്കുള്ള ഉപ്പേരിക്കുള്ള ചീരയാണ്. അപ്പം ഇത്ര ചീര കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ചീരയും മുറിച്ചിട്ടാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടിയത് ഇത്ര ചീര കിട്ടി. കൊഴുപ്പുള്ള ഇലയാണ്, മണ്ണിലിട്ട് മാവിൻ്റെ ഒട്ടിലിട്ടത്. നല്ല അടിപൊളിയല്ലേ, നല്ല അടിപൊളി തണ്ടൊക്കെ. അപ്പം നമുക്ക് മാവിൻ്റെ ഒട്ടിൽ നിന്ന് കിട്ടിയത് ഇത്രയും ചീര കിട്ടി. ഇനി നമുക്ക് മേലെ ടെറസ് ഗാർഡനിൽ കുറച്ച് ചീര ഉണ്ട്, അതിനെ പോയി പറിക്കാം.
ടെറസിലധികം തൈകളൊന്നുമില്ല, കുറച്ചുള്ളൂ. പക്ഷെ ചെറിയ തൈകളാണെങ്കിലും തണ്ടൊക്കെ മൂത്ത് തുടങ്ങി. അതാണ് ഇതിലെ ഏറ്റവും വലിയ തൈ. നല്ല മൂത്തക്കണം. നോമ്പായതുകൊണ്ടേ മുറിക്കാൻ നേരം വൈകി. ഏറ്റവും വലിയ തൈ, വലിയ പീസ്. അങ്ങനെ നമ്മുടെ ചീരയുടെ വിളവെടുപ്പ്, 1ാം ഘട്ട വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സാമ്പാർ ചീര മുറിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ തളിരിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സാമ്പാർ ചീര കുറേ പേർക്ക് അറിയില്ല, അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ഇനി അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.